ഹായ് ഗായ്സ്, കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ ലിന്നും അവൻ്റെ ഫ്രണ്ടും കൂടി നടന്നു വരുമ്പോൾ നമ്മുടെ ഹീറോയിൻ ബാൽക്കണിയിൽ നിൽക്കുമായിരിക്കും. അപ്പോൾ അവളെ കണ്ട് അവൻ്റെ ഫ്രണ്ട് പേടിച്ച് നീ ബാൽക്കണിയിൽ നിന്ന് താഴെ വീഴുന്നവരെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. ലിന്നിയുടെ ബോധം പോകുമ്പോൾ അങ്ങനെ മയങ്ങാനും പാടില്ല, എനിക്കെന്ന് പറഞ്ഞിട്ട് അവളെ തട്ടിക്കൊണ്ടിരിക്കും. അവളുടെ പക്ഷെ ബോധം പോയിട്ടുണ്ടാവും. അവനപ്പോൾ അവളെ ചെക്ക് ചെയ്തൊക്കെ നോക്കും. അവൻ എന്നിട്ട് വേഗം ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവളെ അവിടെ കയറിയ അവനായിരിക്കും. അവനും അവളുടെ ഒരു ഫ്രണ്ടും മാത്രമേ ഉണ്ടാവുള്ളൂ. അവൾ അങ്ങനെ പോണ സമയത്ത് അവൻ്റെ മേത്ത് വൊമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവൻ അതൊന്നും കാര്യമാക്കി എടുക്കില്ല. അവൻ അതൊക്കെ ഓക്കെ ആയിട്ടെടുത്തിട്ട് അവളെ വേഗം ഡോക്ടറെ അടുത്ത് എത്തിച്ചിട്ടുണ്ടാവും. ഡോക്ടർ അങ്ങനെ അവളെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, 2-3 ദിവസം ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വരും എന്നൊക്കെ പറയും. ഹീറോയുടെ മേത്ത് നീ വോമിറ്റ് ചെയ്തതൊക്കെ ഡോക്ടറും ശ്രദ്ധിക്കുന്നുണ്ടാവും. ഹീറോയ്ക്ക് ഇങ്ങനത്തെ ആക്സിഡൻ്റൊക്കെ ഷോക്കായതുകൊണ്ട് അവൻ നീനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടാവും, അവൾക്ക് ബോധം വരുന്നുണ്ടോയെന്ന്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ നീക്ക് ബോധം വരും. അവൾ മെല്ലെ മെല്ലെ കണ്ണ് തുറന്ന് നോക്കും. ചുറ്റും ആരും ഉണ്ടാവില്ല. അവൾ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് അവിടെ ലിന്നിരിക്കുന്നത് കാണുക. അവൻ ഇത്ര നേരം ഉറങ്ങാതെ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവൾ ഉണർന്നു കഴിയുമ്പോൾ അവളെ ഒന്ന് സംസാരിക്കാൻ അവൻ അനുവദിക്കില്ല. വേഗം പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അവൾക്ക് കൊടുക്കും. എന്നിട്ട് അവളുടെ അടുത്തേക്ക് പോവും. അവൻ നന്നായി കയറിയിട്ടുണ്ടാവും. അവൾക്ക് തന്നെ ഇതെന്താ അവൻ ചെയ്യണമെന്ന് തോന്നും. അവൾക്ക് അവൻ തന്നെയാണ് ഗ്ലാസ്സൊക്കെ പിടിച്ചു കൊടുക്കുക. അങ്ങനെ വെള്ളമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവളെടുത്ത് അവൻ നിൻ്റെ പേരെന്താ, എവിടെ സ്ഥലം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. കാരണം അവൾക്ക് ഓർമ്മയില്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ സംസാരിച്ചതിന് ശേഷം അവർ വീണ്ടും ഒരു അടി കൂടണ അവസ്ഥയിലേക്ക് പോകും. നിനക്ക് ബോധമില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ബാൽക്കണിയിലൊക്കെ ആരെങ്കിലും കയറി നിൽക്കുമെന്നൊക്കെ അവൻ അവളടുത്ത് ചോദിക്കും. അവൾക്കാണെങ്കിൽ നല്ല വിഷമമായിട്ടുണ്ടാവും. അപ്പോൾ അവൾ കരയുന്നുണ്ടാവും. എനിക്ക് വയ്യാത്ത അവസ്ഥയിൽ പോലും എൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണല്ലോ എന്നൊക്കെ അവൾ അവൻ്റെ അടുത്ത് ചോദിക്കും. അതൊരു വല്ലാത്ത അവസ്ഥയാണെന്നൊക്കെ അവൾ പറയുമ്പോൾ അപ്പോൾ അവൻ അവളുടെ അടുത്ത് ഒന്നും പറയില്ല. എന്നിട്ട് അവൻ്റെ ആക്സിഡൻറ്റിനെ കുറിച്ച് ആലോചിക്കും. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവന് നല്ല പേടിയാവുണ്ടാവും. ആക്സിഡൻറ്റ് സംഭവിച്ചിടത്തുനിന്ന് അവനെ ആരൊക്കെ കൂട്ടിയിട്ടാണോ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടാവുക. അവന് ബോധമൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു മയക്കത്തിൽ അവൻ എന്നാലും എല്ലാം കാണുന്നുണ്ടാവും. ഡോക്ടർ അവൻ്റെ അടുത്ത് വന്നിട്ട് പറയണ്ടാവുക അവൻ്റെ കൈ ഇനി മുതൽ അനക്കാൻ പറ്റില്ല എന്നായിരിക്കും. അങ്ങനെ അത് മെല്ലെ മെല്ലെ അവൻ കുറച്ച് ശരിയാക്കി എടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ എന്നാലും ആ കൈക്കൊണ്ട് ഇപ്പോൾ അവനൊന്നും സാധിക്കുന്നുണ്ടാവില്ല. അവനങ്ങനെ വിഷമത്തിലായിരിക്കും ഇപ്പോൾ. പിന്നീട് ആ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറായ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ അവൻ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഫ്രണ്ട് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കും. ആ പെൺകുട്ടി എന്തായാലും നിനക്ക് വേണ്ടപ്പെട്ട ആളാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ ലിന്നിനെ അടുത്ത് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ലിന്നാണെങ്കിൽ നീ ഓരോന്ന് പറയാതെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ നോക്കുമെന്നും പറയും. പിന്നീട് നീനെ കാണാൻ അവളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് അവളുടെ ഫ്രണ്ട്സ് ലിന്നാണ് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ പറയും. ലിന്ന അവളുടെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടാവും അവനല്ല ഫ്രണ്ട്സാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ. അപ്പോൾ ലിന്നാണെന്ന് അറിയുമ്പോൾ അവൾക്ക് അയാൾ എൻ്റെ അടുത്ത് എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് തോന്നും. പിന്നെ ലിന്നിൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന ലേഡീനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ടാവും. ആ ലേഡി എന്തായാലും ഗേൾ ഫ്രണ്ട് അല്ല. അങ്ങനെ ഗേൾ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ പേടിച്ച് കഴിഞ്ഞാൽ ആദ്യം ആ ലേഡീനെ ലിൻ കംഫർട്ടബിൾ ആക്കിയായിരുന്നു. പക്ഷേ നിന്നെയാണ് വന്ന് പിടിച്ചെന്നൊക്കെ പറയും. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിക്കും. പിന്നീട് നീ കിടക്കായിരിക്കും. അപ്പോൾ ലിനിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ ദേഷ്യപ്പെട്ട പോലെ സംസാരിച്ചില്ലേ, ഇനി എന്താ ചെയ്യാന്നൊക്കെ വിചാരിച്ച് അവന് മെസ്സേജ് അയക്കും. താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും മെസ്സേജ് അയക്കുന്നുണ്ടാവുക. അപ്പോൾ അവൻ ഇപ്പം എന്താ ചെയ്യണമെന്നൊക്കെ ചോദിക്കും. അങ്ങനെ രണ്ടുപേരും കുറച്ച് സമയം ചാറ്റ് ചെയ്യും. അവസാനം അവൾ ചാറ്റ് ചെയ്യും. പക്ഷേ ലിനിൻ്റെ റിപ്ലൈക്ക് ശേഷം അവിടെ നിന്ന് മറുപടി ഒന്നും വന്നിട്ടുണ്ടാവില്ല. നീ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. ലിനാണെങ്കിൽ എന്താ റിപ്ലൈ വരാത്തെന്ന് വിചാരിച്ചു ചെയ്യും. നീ കുറച്ച് കഴിഞ്ഞ് ഉറക്കമുണർന്ന് നോക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ആയിരിക്കും കാണുണ്ടാവുക. അവൾ വരണ്ടാന്ന് മെസ്സേജ് അയക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവും. അവർ രണ്ടുപേരും അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് ഡോക്ടർ വന്നിട്ടുണ്ടാവും നീനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ കൂടെയുള്ള അസിസ്റ്റൻസൊക്കെ ലിനിൻ്റെ അടുത്ത് സംസാരിക്കും. നല്ല ഡോക്ടറായിരുന്നല്ലോ, ഇപ്പോൾ സർജറി ഒന്നും ചെയ്യണില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ലിനിൻ്റെ ഫ്രണ്ട് അതൊക്കെ ബ്ലോക്ക് ചെയ്ത് സംസാരിക്കും. അവനിപ്പോൾ ഒരു ലീവിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. നീക്കിതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും ഇവന് ഡോക്ടറായി ജോലി ചെയ്യാൻ നല്ല ഇഷ്ടമാണെന്നും, പക്ഷെ എന്തോ കുഴപ്പം കൊണ്ടാണ് ഇവൻ ഇതൊക്കെ വേണ്ടാന്ന് വെച്ചിരിക്കുന്നതെന്നൊക്കെ. എന്നിട്ട് അവളെ ചെക്ക് ചെയ്തൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ അധികം കുഴപ്പമൊന്നും കാണില്ല പറഞ്ഞിട്ട് അവരെല്ലാവരും പുറത്തു പോവും. ഒപ്പം ലിന്നും പോയിട്ടുണ്ടാവും. അപ്പോൾ ലിന്നിൻ്റെ ഫ്രണ്ട് നീ അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് ഇറങ്ങി വന്നത്, അപ്പോൾ നീയും പിന്നാലെ ഇറങ്ങി വന്നോന്ന് ചോദിക്കും. എന്നിട്ട് അവൻ ഇനി ഞാൻ ഹോസ്പിറ്റലിലേക്കൊന്നും വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്തായാലും നീ വരണം, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം എന്നും പറയും. അങ്ങനെ നീ നോക്കുമ്പോൾ നീയുടെ റൂമിൽ വെച്ചിട്ടായിരിക്കും
അവൻ ഡോക്ടേഴ്സിനൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവന് ആ ജോലി ചെയ്യാൻ നല്ല ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അവൾ അവനെ തന്നെ നോക്കുന്നുണ്ടാവും. ഇതാ ഡോക്ടറും ശ്രദ്ധിക്കുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അവനും ഇത് കാണും. പെട്ടെന്ന് അവൾ മുഖം തിരിച്ചിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് അവളെ തന്നെ നോക്കും. അപ്പോൾ അവൾക്ക് ആകെ നാണക്കേടാവും. എന്നിട്ട് ലീൻ വന്നിട്ട് എല്ലാവരുടെ അടുത്തും പറയും, നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന്. നീയുടെ അടുത്ത് അവർ വായോ എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാ വരണമെന്ന് നീ അവരുടെ അടുത്ത് ചോദിക്കും. നീയും വായോ വെറുതെ ഒരു രസത്തിനെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് പോവും. അങ്ങനെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് അവർ ജോലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും. അപ്പോഴും അവൾ അവനെ തന്നെ ശ്രദ്ധിക്കും. അവൻ നല്ല ഉഷാറില്ല അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. പിന്നീട് നീ അവളുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യും. എന്നിട്ട് ഡോക്ടേഴ്സിനെ കൂടെ ഫുഡ് കഴിച്ച കാര്യമൊക്കെ പറയുമ്പോൾ അവളുടെ ഫ്രണ്ട് അവളടുത്ത് ചോദിക്കും, ലിനിന് ഇനി നിൻ്റെ അടുത്ത് വല്ല പ്രേമമായോ എന്നൊക്കെ. അപ്പോൾ അവൾ അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറയും. പിന്നീട് ലിൻ അടുത്ത ദിവസം നീനെ കാണാൻ റൂമിലേക്ക് വന്നിട്ടുണ്ടാവും. പക്ഷേ നീ ഫോണിലൊരു ഗെയിം കളിക്കായിരിക്കും. അങ്ങനെ ഗെയിം കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഗെയിമിൻ്റെ ഇടയിൽ ലിനിന് അധികം മൈൻഡ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവൻ കുറച്ച് നേരം അവിടെ ഇരിക്കും. എന്നിട്ട് അവൻ അവിടെ നിന്ന് എണീറ്റ് പോയിട്ടുണ്ടാവും. അപ്പോൾ നീ ഇവൻ പോയോ, ഞാൻ മൈൻഡ് പോലും ചെയ്തില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പിന്നീട് അടുത്ത ദിവസമാവും. നീ അപ്പോൾ കുറേ എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ലിൻ അവിടേക്ക് വരും. ലിൻ വന്നിട്ട് അവൾക്ക് ഒരുപാട് ഫയൽസ് എടുത്ത് കൊടുക്കും. ഇതൊക്കെ നിനക്ക് ചെയ്യാനുള്ള ജോലിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇപ്പോൾ രോഗിയല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഗെയിം കളിക്കുന്നതുകൊണ്ട് സ്ട്രെസ്സ് കൂടുള്ളൂ, അല്ലാതെ നിനക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ അവൾ ആ ഫയൽ സോൾവ് ചെയ്തിരിക്കുമ്പോൾ അവളുടെ ഫോൺ എടുത്ത് അവന് കൊടുക്കും. എന്നാൽ എനിക്ക് ഈ ലെവലൊന്ന് കടത്തി തരുമോ എന്ന് ചോദിച്ചിട്ട്, ഈ ലെവൽ ഞാൻ എപ്പോഴും തോൽക്കുകയാണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ അവൻ ഗെയിം കളിക്കാൻ നോക്കുമ്പോൾ അവൻ്റെ ഒരു കൈയിനല്ലേ കഴിവുള്ളൂ, മറ്റു കൈയിന് അധികം ശേഷിയില്ലല്ലോ. അത് കാരണം കൊണ്ട് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവനപ്പോൾ ആ കൈ നോക്കി വിഷമിച്ചിരിക്കുന്നുണ്ടാവും. അവളും അത് ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്.